ഈ നോമ്പുകാലത്തിൽ വചനത്തിലൂടെ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനാണ്. അങ്ങേയറ്റം പ്രയാസമുള്ളതും വേദനാജനകവുമാണ് ഈ വചനം പാലിക്കാൻ. നിന്റെ ഉള്ളിലെ ഞാനെന്ന ഭാവം അവസാനിക്കണം. എന്നാൽ മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കാൻ നിനക്ക് കഴിയൂ. ഞാൻ ഓക്കെയാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരികൾ, ഞാൻ അറിവുള്ളവനും മറ്റു മനുഷ്യർ അറിവില്ലാത്തവരും, ഞാൻ എല്ലാവരെയും കാൾ പ്രഗത്ഭനാണ്, ഞാൻ വലിയ സംഭവമാണെന്നൊക്കെയുള്ള അലങ്കാരങ്ങൾ നീ തന്നെ നിനക്ക് ചാർത്തി കൊടുത്ത അലങ്കാരങ്ങളാണ്. ഇവ നിന്നെ ഒരിക്കലും മനുഷ്യനാക്കുന്നില്ല, വിശുദ്ധനാക്കുന്നില്ല. നിന്റെ ഉള്ളിൽ അലങ്കരിച്ചിരിക്കുന്ന ഞാനെന്ന ഭാവത്തെ പാടെ ഉപേക്ഷിച്ച് ക്രിസ്തുഭാവത്തിന് ഇടം കൊടുക്കുമ്പോഴാണ് നീ മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്. അങ്ങനെ നീ ശൂന്യനായി മാറുന്നു. വിശ്വാസവും പ്രത്യാശയും എളിമയും കരുണയും സ്നേഹവും നിന്നിൽ നിന്ന് പുറപ്പെടും. അങ്ങനെ നീ സ്നേഹിക്കും. ഗുരു ഇപ്രകാരം പറയും: ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും.